വെൽക്കം ടു സൈലം ലേണിംഗ്. അമൃത മിസ് ആണ്. അപ്പോൾ മക്കളെ, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിൽ ഏരിയ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ടല്ലേ. അപ്പോൾ എൻ്റെ കുഞ്ഞുമക്കൾക്ക് ഡൗട്ട് ഉണ്ടാവും, മിസ് എന്താണ് ഏരിയ, എങ്ങനെയാണ് ഏരിയ കാണുക എന്നുള്ളതൊക്കെ അല്ലേ. അപ്പോൾ ഇവിടെ മിസ് രണ്ട് ചിത്രങ്ങൾ കാണിച്ചു തരാം, ഒരു റെക്ടാങ്കിളും ഒരു ട്രയാങ്കിളും അല്ലേ. ഈ രണ്ട് പിക്ചറിൻ്റെ ഏരിയ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? ഭയങ്കര ഡിഫിക്കൽട്ടാലേ കാണുമ്പോൾ തന്നെ. ഒരു പ്രശ്നവുമില്ല, അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്ക്വയർ ഗ്രിഡാണ്. ഇവിടെ കണ്ട കുറേ കുഞ്ഞു കുഞ്ഞു സ്ക്വയേഴ്സ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടില്ലേ. ഈ സ്ക്വയേഴ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ എല്ലാ ലെങ്ത്തും ബ്രെഡ്ത്തും എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണ്. അതായത് ഇവരെല്ലാവരും 1 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ വീതിയുള്ള കുഞ്ഞു സ്ക്വയേഴ്സ് ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യുക? ഇത് കണ്ടുവെച്ചു അല്ലേ. ഇനി നമുക്ക് ഈ രണ്ട് ഫിഗേഴ്സിൻ്റെ ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതിന് ചെയ്യേണ്ടത് ഒന്നുമല്ല, ആ സ്ക്വയർ ഗ്രിഡിലേക്ക് ഈ ഫിഗേഴ്സിന് എന്ത് ചെയ്യുക, കൊണ്ടുപോയി വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതേപോലെ ഒരു ഫിഗർ കിട്ടും. അപ്പോൾ ഇതാ ഈ റെക്ടാങ്കിൾ എന്ന് പറയുന്നത് കണ്ടോ, കറക്റ്റായിട്ട് ആ സ്ക്വയർ ഗ്രിഡിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഉള്ളിലുള്ള സ്പേസ്, ഈ റെക്ടാങ്കിളിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു സ്പേസിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ഏരിയ എന്ന് പറയുന്നത്. റെഡി? അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഏരിയ എന്ന് പറയുമ്പോൾ എത്ര കുഞ്ഞു സ്ക്വയേഴ്സ് ഉണ്ടെന്ന് മക്കൾ എണ്ണി നോക്കി. എത്ര സ്ക്വയേഴ്സ് ഉണ്ടടാ? ഒന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 8 കുഞ്ഞു സ്ക്വയേഴ്സ് ചേർന്നാണ് ഈ റെക്ടാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്തായിരിക്കും? അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 8 ആണ്. നമ്മൾ ചുമ്മാ 8 എന്നങ്ങ് എഴുതിയാൽ മതിയോ? പോരാ അല്ലേ. എന്തുകൂടെ വേണം? അതിൻ്റെ കൂടെ യൂണിറ്റ് കൂടി വേണം. എന്താണ് ഇതിൻ്റെ യൂണിറ്റ്? സെൻറ്റിമീറ്റർ സ്ക്വയർ. 8 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഈ കാണുന്ന റെക്ടാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി മക്കൾക്ക് ഏതൊരു ഫിഗറിൻ്റെ ഏരിയ കാണണമെങ്കിൽ എന്ത് ചെയ്യുക? ഈ സ്ക്വയർ ഗ്രിഡിൻ്റെ അകത്തേക്ക് ആ ഫിഗറിനെ കൊണ്ട് വെക്കുക. എത്ര സ്ക്വയേഴ്സ് അതിനുള്ളിലുണ്ട് എന്ന് എണ്ണി നോക്കുക, നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഇനി രണ്ടാമത്തെ ഫിഗറിലേക്ക് നോക്കുക. രണ്ടാമത്തെ ഫിഗർ എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ആണല്ലേ, ഒരു ട്രയാങ്കിൾ ആണ്. അപ്പോൾ മിസ് എന്ത് ചെയ്തു? ആ ട്രയാങ്കിളിനെ കറക്റ്റായിട്ട് ഈ സ്ക്വയർ ഗ്രിഡിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറേ സ്ക്വയർ കറക്റ്റായിട്ട് അതിനുള്ളിൽ തന്നെയുണ്ട്. എത്ര സ്ക്വയേഴ്സ് ഉണ്ട് നോക്കിയേ. 1 2 3 4 5 6 6 സ്ക്വയേഴ്സ് ആ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ തന്നെ ഇരിപ്പുണ്ട്. പക്ഷെ കുറേ ട്രയാങ്കിളിൻ്റെ കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇതൊരു പീസാണ്, ഇതൊരു ഹാഫാണ്, ഇതൊരു ഹാഫാണ്, ഇതൊരു ഹാഫാണ്. കുറേ ട്രയാങ്കിൾസ് ആ സ്ക്വയേഴ്സിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്നില്ല. കുറേ സ്ക്വയേഴ്സ് ഈ ട്രയാങ്കിൾസിൻ്റെ ഉള്ളിൽ കറക്റ്റ് ഫിറ്റ് ആവുന്നില്ല. പകുതി മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അത് ഒഴിവാക്കുകയാണോ ചെയ്യേണ്ടത്? ഒഴിവാക്കുകയല്ല. ഹാഫ് ആവുന്ന സമയത്ത് 2 ഹാഫുകൾ ചേർന്നാൽ നമുക്കറിയാം ഒരു സ്ക്വയറായി. അപ്പോൾ ഈ 2 ആൾക്കാരും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്ക്വയർ ആയിട്ട് കൺസിഡർ ചെയ്യാം. അതേപോലെ ഈ 2 ഹാഫ് കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്ക്വയർ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ എത്ര സ്ക്വയേഴ്സ് ആയി മൊത്തം? ഒന്ന് എണ്ണി നോക്കിയേ. 1 2 3 4 5 6 7 8. അതായത് ഈ കാണിച്ചിരിക്കുന്ന ഫിഗറിൻ്റെയും ഏരിയ എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഒന്നാമത്തെ ഫിഗറിൻ്റെയും രണ്ടാമത്തെ ഫിഗറിൻ്റെയും ഏരിയാസ് സെയിം ആണ്. ശരിക്കും ആദ്യം കണ്ടപ്പോൾ നമുക്ക് തോന്നിയോ ഏരിയാസ് സെയിം ആണെന്ന്? ആദ്യം കണ്ടപ്പോൾ രണ്ടും വേറെ ഫിഗേഴ്സ് ആയിരുന്നു. ഇപ്പം എന്ത് മനസ്സിലായി? രണ്ടും ഒരേ ഏരിയ ആണെന്ന് മനസ്സിലായി. റെഡി? ഇനി മക്കൾക്ക് ചെയ്യാൻ വേണ്ടി കുഞ്ഞൊരു ആക്ടിവിറ്റി മിസ് പറയട്ടെ. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ കൈയിലെ ഒരു പേപ്പറിൽ വെച്ച് ഇതേപോലെ ട്രേസ് ചെയ്തെടുക്കുക. എന്നതിന് ശേഷം ഈ കൈയുടെ, നിങ്ങളുടെ കൈയുടെ ഏരിയ എത്രയെന്ന് എന്ത് ചെയ്യുക? ഇതേപോലെ ഒരു സ്ക്വയർ ഗ്രിഡ് വെച്ച് കണ്ടുപിടിക്കുക. എന്നിട്ട് എത്ര കിട്ടിയെന്നുള്ളത് താഴെ കമൻ്റ് ആയിട്ട് പറയാം. Okay, so thank you students, thank you so much for your valuable time. Have a great day. Bye everyone.